വികസനം എത്തിനോക്കാത്ത മണ്ഡലങ്ങളും തലസ്ഥാന ജില്ലയിലുണ്ട്. നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ഐര പുല്ലുവിള ദളിത് കോളനി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കുടിവെള്ളമോ അടച്ചുറപ്പുള്ള പാർപ്പിടമോ ഈ ജനതയ്ക്ക് ഇതുവരെ അന്യമാണ്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ ഐര എന്ന പ്രദേശത്തുള്ള പുല്ലുവിള ദളിത് കോളനി നൂറുകണക്കിന് പിന്നാക്ക വിഭാഗക്കാർ തിങ്ങിപ്പാർത്തിരുന്ന ഈ മേഖല ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കുടിവെള്ളത്തിന്റെ ദൗർലഭ്യവും അടച്ചുറപ്പില്ലാത്ത വീടുകളും ഈ പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. പല കുടുംബങ്ങളും ഇതിനകം ഇവിടെ നിന്ന് എവിടേക്കെന്നില്ലാതെ പലായനം ചെയ്തു കഴിഞ്ഞു. വത്സലൻ്റെ ഫണ്ട് കൊണ്ട് ആ വെള്ളം കുഴിച്ച് നമുക്കിപ്പോൾ കുടിക്കാനും കൊള്ളൂല്ല, കുളിക്കാനും കൊള്ളൂല്ല. ആ വെള്ളം ചെളി ഊറ്റും, ഇല ഊറ്റും, എണ്ണപ്പാട എല്ലാം ഉണ്ട്. പിന്നെ ആ വെള്ളം തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ചെളി വെള്ളം തന്നെ. എടുത്ത് 2-3 ദിവസം ആകുമ്പോൾ ആ ചെളി ഉറയും. എണ്ണപ്പാട പടിഞ്ഞ് അതിനൊക്കെ വാരി കളഞ്ഞിട്ട് ആ വെള്ളം തന്നെ നമ്മളിപ്പോൾ കഞ്ഞി വെച്ച് ഉപയോഗിക്കുന്നതൊക്കെ. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഈ കോളനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ പോലും ലഭ്യമാക്കാൻ ആരും യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ താമസമാണ്. താമസ സൗകര്യം ഇവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ നിന്ന് കുറച്ചാൾക്കാർ ഇപ്പോൾ ഒഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ഇതിനകത്ത് താമസിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. കാരണം ഒരു വളർത്തുനായ്ക്കുള്ള സൗകര്യം പോലും പല വീടുകളിലും ഇല്ല. ഈ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ഒരു അന്ന് കൊടുത്തിരുന്ന 35,000 രൂപ 50,000 രൂപയുടെയൊക്കെ സാമ്പത്തിക സഹായത്തിൽ നിർമ്മിച്ച വീടുകളാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ തട്ടെല്ലാം തകർന്നിട്ടുണ്ട്. പഴയ കാലത്ത് ഓല കെട്ടിയ വീടുകളൊക്കെ ചോർന്നൊലിക്കുന്നത് പോലെയാണ് മഴക്കാലത്ത് ഈ കണ്ടാൽ വാർത്തിരിക്കുന്നതാണെങ്കിൽ അതിനകത്തുനിന്ന് ചോർന്നൊലിക്കുന്ന അതിൻ്റെ കമ്പിയെല്ലാം ദ്രവിച്ച് അതിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം ഇളകി വീഴുന്നു. പല വീടുകളും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇപ്പോഴും വികസനം എത്തിനോക്കാത്ത ഒരു പ്രദേശമാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിലെ പുല്ലുവിള ഹരിജൻ കോളനി. സത്യത്തിൽ കെട്ടുറപ്പുള്ള ഒരു വീടോ ആവശ്യത്തിന് കുടിവെള്ളമോ പോലും ഇന്ന് ഇവിടത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ലഭ്യമല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വികസനം എത്തിനോക്കാത്ത ഇത്തരമൊരു പ്രദേശം നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ക്യാമറാമാൻ അനൂജ് ആനാവൂരിനൊപ്പം രഞ്ജിത്ത് അമ്പാടി, ജനം.